തിരുവനന്തപുരത്തെ വെമ്പായം ബാറിലെ സംഘർഷത്തിൽ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു പോലീസ്. പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് കേസ്. ബാറിലേക്ക് പെട്രോൾ കൊണ്ടുവന്ന് ഒഴിച്ച അനീഷിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 6 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. AC ബാറിന്റെ 80% ഉൾവശവും കത്തി അമർന്നിരുന്നു. സുനിഷ ഏലൂർ സ്ഥലത്തു നിന്നും തത്സമയം ചേരുന്നു. സുനിഷ, വെരി ഗുഡ് മോർണിംഗ്. സുനിഷ, ഉള്ളിലും തീയാണ് പുറത്തും തീയാണ് എന്ന മട്ടിലായിരുന്നോ ബാറ് കത്തിക്കാൻ അനീഷ് വന്നത്? അതിൽ പെട്രോളും ഒക്കെ ആയിട്ട് വന്നു. ഇപ്പോൾ വധശ്രമത്തിന് കേസെടുത്തുവെന്നറിയുന്നു. എപ്പോഴായിരുന്നു സംഭവം? എന്തായിരുന്നു പ്രകോപനം? എന്താണ് വധശ്രമത്തിന് കേസെടുക്കാൻ കാരണം? സുനിഷ ഏലൂർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഇന്നലെ എല്ലാവരും ഈ ഫുട്ബോൾ ആവേശത്തിലായിരുന്നു. അതിനിടയിലാണ് ഈ വെമ്പായം ബാർ ഹോട്ടൽ ആൻഡ് റിസോർട്ട്, ഇവിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നമ്മൾ അധികം കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. ഈ പറഞ്ഞതുപോലെ കുറച്ച് ആളുകൾ സംഘം ചേർന്ന് ഇവിടെ മദ്യപിക്കാൻ എത്തിയതായിരുന്നു. അതിനിടയിലാണ് അനീഷ് എന്നൊരു യുവാവ് കൂടി ഇവിടെ മദ്യപിക്കാനായി എത്തുന്നത്. പിന്നാലെ ഇരുവരും തമ്മിൽ ഒരു വാക്തേറ്റം, ഈ മദ്യപിക്കുന്നതിനിടയിൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു. അത് വാക്കേറ്റത്തിലേക്ക് കടക്കുന്നു. അതിനിടയിൽ ഇതൊരു പരസ്പരം കയ്യാങ്കളിയിലേക്ക് കടക്കുകയായിരുന്നു. പിന്നാലെ തന്നെ മദ്യപിക്കുന്നതിനിടയിൽ അനീഷ് പുറത്തേക്ക് പോയി ഒരു കുപ്പി പെട്രോളുമായി ഈ ബാറിനകത്തേക്ക് കയറി എത്തുകയായിരുന്നു. അതിനുശേഷം ഈ ചുറ്റിലും ഇരുന്ന ആളുകൾക്ക് മുകളിലൂടെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയിരുന്നത്. ഉടനടി ചിതറി മാറുകയൊക്കെ ചെയ്തതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്നുള്ളതാണ്. ഒപ്പം തന്നെ ബാർ ആയതുകൊണ്ട് തന്നെ മറ്റ് മദ്യക്കുപ്പികൾക്ക് അടുത്തേക്കൊന്നും തീ പടരാതിരുന്നത് കൊണ്ട് മാത്രം വലിയ ദുരന്തം ഒഴിവായി എന്ന് വേണം പറയാൻ. പക്ഷേ ഈ നിലവിൽ ഇവിടെ തന്നെ 80% കത്തി നശിച്ചിട്ടുണ്ട് ഈ ബാറിനകത്ത് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. 2 പേർ ഇപ്പോൾ ഗുരുതരമായി പൊള്ളലേറ്റ ചികിത്സയിലാണ്. മറ്റെല്ലാ ആളുകളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏതായാലും നിലവിൽ ഇവരുടെ മൊഴിയെടുപ്പ് അടക്കം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസ് ഈ ബാറിലെത്തി ഇതിന്റെ CCTV ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഈ ക്രിമിനൽ കേസുകളിൽ അടക്കം പെട്ട ആളുകളാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കാപ്പ കേസ് പ്രതി അടക്കം ഈ സംഘത്തിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്താണ് വാക്കുതർക്കത്തിനിടയായ കാരണമെന്നൊന്നും അറിയില്ല. നമുക്ക് ഈ ബാറിന്റെ തൊട്ടു മുന്നിൽ ഇവരുടെ ചെരുപ്പുകളെല്ലാം കിടക്കുന്നത് കാണാം. നമുക്ക് അകത്തേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യമില്ല. നിലവിൽ ഇതൊരു സ്വകാര്യ കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ അകത്തേക്ക് പൂർണ്ണമായും പോലീസ് ഇപ്പോൾ പരിശോധന അടക്കം നടത്തേണ്ടതിന്റെ ഭാഗമായി ഗേറ്റ് അടച്ചിരിക്കുകയാണ്. പുറത്ത് ഈ ചെരുപ്പുകളെല്ലാം വീണിരിക്കുന്നത് കാണാം. 6ഓളം പേർക്കാണ് പരിക്കേറ്റിരുന്നത്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരും ചികിത്സയാണ്. ഏതായാലും പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം 8:30 ഈ സംഭവം ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഈ പെട്രോൾ ഒഴിച്ച അനീഷിന്റെ അരയ്ക്ക് കീഴ്പോട്ട് പൂർണ്ണമായും ഈ തീ ആളിപ്പടരുന്ന സാഹചര്യവും കത്തുന്ന സ്ഥിതിയും ഒക്കെ ഉണ്ടായിരുന്നു. പൊള്ളലേറ്റിട്ടുണ്ട് ഭൂരിഭാഗം ഭാഗങ്ങളിലും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു 5-6ഓളം പേർക്ക് ഗുരുതരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം 8:30 അരുൺ, ഈ കാണുന്ന വെമ്പായം ബാറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പെട്രോൾ ഒഴിച്ച് പൂർണ്ണമായും കത്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ വൈരാഗ്യം മാറുകയായിരുന്നു, അല്ലെങ്കിൽ ആ വാക്കേറ്റം കടക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഓക്കെ, ഇപ്പോൾ ആ ചങ്ങാതിക്ക്, അനീഷ് എന്ന് പറയുന്ന ചങ്ങാതിക്കെതിരെ വധശ്രമത്തിന് കൂടി പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചങ്ങാതി വല്ല കാര്യമുണ്ടായിരുന്നു. ഇന്നലെ അർജന്റീനയുടെയും സ്പെയിനിന്റെയും മത്സരമൊക്കെ കണ്ടിട്ട് അതൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ച് വീട്ടിൽ പോയിരുന്നു സുഖമായിട്ട് കണ്ടാൽ പോരായിരുന്നു. ഈ പറയുന്ന റിസോർട്ട് കത്തിക്കാനും പെട്രോൾ ഒഴിക്കാനും ഒക്കെ പോയതുകൊണ്ടല്ലേ ഇപ്പോൾ പുലിവാലായത്.